ഈ മുസ്ലിയാക്കന്മാര്, ഈ ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരിൽ ഈ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചു. സാധാരണക്കാരായ ആളുകൾ അത് കേട്ടു. അല്ലേ? ഈ മുജാഹിദിനെ പോലെ ലോകമറിയാത്ത ആളുകൾക്ക്, ഈ നാട്ടിലെന്ത് നടക്കുന്നു എന്നറിയാത്ത ആളുകൾക്ക് ആരെയെങ്കിലും ചീത്ത പറയണം, നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രവർത്തകന്മാരെ ചീത്ത പറയണം എന്ന വിചാരം മാത്രമുള്ള മുജാഹിദിന് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ആളുകളുടെ പ്രസംഗം കേട്ടിട്ട് സാധാരണക്കാരനായ മുജാഹിദിന്റെ വിശ്വാസത്തിലുണ്ടായ മാറ്റം ഇങ്ങനെയാണ്. ഞാൻ എന്റെ വാഹനവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ എന്റെ വാഹനം ആഴ്ന്നു പോയി, അതായത് ടയർ ആഴ്ന്നു പോയി. ഞാൻ പുറകുവശത്തേക്കും ഫ്രണ്ടിലേക്കും വണ്ടി ആട്ടി വലിപ്പിച്ചിട്ട് വണ്ടി കിട്ടുന്നില്ല. ആ സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, നിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വാഹനം രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്നെ സഹായിക്കണമെന്ന്. അത് തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ്. അക്കൂട്ടത്തിൽ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഇനി അതൊരു ജിന്നാവട്ടെ എന്ന നിലക്ക് തന്നെ ഈ വണ്ടി, ഈ ആഴ്ന്ന വണ്ടി ഒന്ന് അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങളെ ഒന്ന് പൊന്തിച്ച് വെച്ചുകൊണ്ട് എന്നെ സഹായിക്കുമോ? ഇതൊന്ന് പൊന്തിച്ച്, ഭൗതികമായ സഹായം, ഈ വണ്ടി വന്ന് എന്റെ കൂടെ ഒന്ന് പൊന്തിച്ചു തരാൻ. ഇത് ശിർക്കാണോ? നിങ്ങൾ വിശദീകരിക്കൂ. അസ്സലാമു അലൈക്കും. ഇന്റർനെറ്റിലെ ഒരു ക്ലാസ് റൂമിൽ ഒരു മുജാഹിദായിരുന്ന മനുഷ്യൻ, അയാൾ വന്ന് ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പ്രവർത്തകന്മാര് ചോദിച്ചു, ശിർക്കായതുകൊണ്ട് ശിർക്കല്ലാത്തതുണ്ട് എന്നാണ് ഇയാളെ വാദം. ശരി, ശിർക്കല്ലാത്ത ഒരു സഹായ തേട്ടത്തിന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞതാണിത്. ഞാൻ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു, എന്റെ വണ്ടി അവിടെ താണുപോയി, ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, എന്നിട്ട് കിട്ടിയില്ല, എന്നിട്ട് ഞാൻ ജിന്നേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണോ? നിങ്ങൾ പറയുന്ന എവിടെ എത്തി മുജാഹിദുകൾ? എവിടെ എത്തി മുജാഹിദുകൾ?